ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബീനാസ് കിച്ചൺ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു റമദാൻ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ പെട്ടെന്ന് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്ററോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ പാലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിടാം. അതിനുശേഷം ഞാനിവിടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 200 ml കപ്പിന് 1 കപ്പ് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് തണുക്കാനായിട്ട് ഇനി മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിന് വേണ്ട മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേവിച്ച് ചെറുതായി പീസാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ കൂട്ടെല്ലാം കൂടെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിച്ചെപ്പും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മാവെടുത്ത് പത്തിരിക്ക് കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോ ബൗൾസാക്കി എടുത്തതിന് ശേഷം കയ്യിലിതാ ഇങ്ങനെ വെച്ച് പരത്തിയിട്ട് നമുക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാല എടുത്തിട്ട് ഇതിൽ ഓരോ സ്പൂണായിട്ട് ഇട്ട് കൊടുക്കാം. മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ അറ്റമെല്ലാം ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് നമുക്ക് ഏകദേശം ഒരു ബൾബ് രൂപത്തിൽ ഇതാക്കിയെടുക്കാം. ഇങ്ങനെ തന്നെ അപ്പോൾ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം കൂടെ ഏകദേശം ആ ഒരു രൂപത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസും 3 കോഴിമുട്ടയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഓരോന്നായി എടുത്ത് ആദ്യം മുട്ടയിലും പിന്നെ ബ്രെഡ് ക്രംസിലും ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതിന് ഡബിൾ കോട്ടിങ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒന്നും കൂടി ആക്കിയെടുക്കാം. ഇങ്ങനെ തന്നെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഓരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഒരു ഭാഗം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റേ ഭാഗത്തൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുത്ത് സെർവ് ചെയ്യാം. ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാം ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ റമദാൻ സ്പെഷ്യൽ ചിക്കൻ ബൾബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്